എല്ലാവർക്കും ഡെൽറ്റ ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കെമിസ്ട്രിയുടെ കണ്ടിന്യൂഷൻ ആണ് എടുക്കുന്നത്. ലാസ്റ്റ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു നോക്കാൻ ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ ബന്ധന പരമാത്ര അല്ലെങ്കിൽ ബോണ്ട് പാരാമീറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബന്ധന ദൈർഘ്യമാണ് ആദ്യം, അല്ലെങ്കിൽ ബോണ്ട് ലെങ്ത് അല്ലെ. എന്താ ബോണ്ട് ലെങ്ത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താണെന്ന് നമുക്ക് നോക്കാം, വിശദമായിട്ട് തന്നെ നോക്കാം. ഒരു തന്മാത്രയിലെ ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള സന്തുലിത അകലത്തെയാണ് ബന്ധന ദൈർഘ്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതായത് ഒരു ബോണ്ടിൽ പങ്കെടുക്കുന്ന രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസ് തമ്മിലുള്ള ആ ദൂരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബോണ്ട് ലെങ്ത് എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ഇത് കണ്ടുപിടിക്കുന്നത് സ്പെക്ട്രോസ്കോപ്പി, ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ, എക്സ്റേ ഡിഫ്രാക്ഷൻ തുടങ്ങിയ സാങ്കേതിക വിദ്യകളിലൂടെയാണ്. ഇവയെപ്പറ്റി നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ബന്ധന ജോഡിയിലെ ഓരോ ആറ്റവും ബന്ധന ദൈർഘ്യം നിർണ്ണയിക്കുന്നതിൽ അതിൻ്റെതായ പങ്ക് വഹിക്കുന്നു. ഒരു സഹസംയോജക ബന്ധനത്തിൽ ഓരോ ആറ്റവും പ്രദാനം ചെയ്യുന്ന അകലത്തെ ആ ആറ്റത്തിന്റെ സഹസംയോജക ആരം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെന്താണ്, ഒരു കോവലന്റ് ബോണ്ട് ആണ് നിങ്ങൾ കാണുന്നത്. എയും ബിയും എന്ന് പറയുന്ന രണ്ട് ആറ്റംസ് തമ്മിലുള്ള കോവാലന്റ് ബോണ്ടാണ്. അതിൽ രണ്ടുപേരും ഈ ബോണ്ട് ലെങ്ത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു അല്ല. എ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ എ എന്ന് പറയുന്ന ആറ്റത്തിന്റെ കോവാലന്റ് റേഡിയസ് ആണ്. അതുപോലെ ബി എന്ന് പറയുന്ന ആറ്റത്തിന്റെ കോവാലന്റ് റേഡിയസ് ആണ് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. സഹസംയോജക ബന്ധത്തിൽ ഓരോ ആറ്റവും പ്രദാനം ചെയ്യുന്ന അകലത്തെ ആ ആറ്റത്തിന്റെ സഹസംയോജക ആരം അല്ലെങ്കിൽ കോവാലന്റ് റേഡിയസ് എന്ന് പറയുന്നു. സോ എയും ബിയും എന്താണ്, എ ബി എന്ന് പറയുന്ന ആറ്റങ്ങളുടെ സഹസംയോജക ആരങ്ങളാണ്. ആരം എന്ന് വെച്ചാൽ റേഡിയസ് ആണ് കേട്ടോ. സോ എന്താണ് പറയുന്നത്, സോ ബന്ധനാവസ്ഥയിൽ ഒരു ആറ്റത്തിന്റെ അന്തർഭാഗവുമായി സമ്പർക്കത്തിലിരിക്കുന്ന അടുത്ത ആറ്റത്തിന്റെ അന്തർഭാഗത്തിന്റെ ഏകദേശം ആരം കണക്കാക്കിയാണ് സഹസംയോജക ആരം കണ്ടുപിടിക്കുന്നത്. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു തന്മാത്രയിലെ ഒരേപോലുള്ള രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള അകലത്തിന്റെ പകുതിയാണ് സഹസംയോജക ആരം എന്ന് പറയുന്നത് അല്ലെ. അതിനൊരു ഉദാഹരണമാണ് ഇവിടെ ഒരു ക്ലോറിൻ ആറ്റത്തിന്റെ ക്ലോറിൻ മോളിക്യൂളിന്റെ കോവലന്റ് റേഡിയസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഇതൊരു ക്ലോറിൻ മോളിക്യൂൾ ആണ്. സോ ഈ ഒരു കണ്ടോ, ഈ ഇത്രയും ഡിസ്റ്റൻസില് ഇതെന്താണ്, സിമിലർ ആയിട്ടുള്ള രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ദൂരമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് ഫുൾ ലെങ്ത്, ഇതിന്റെ പകുതി എന്ന് പറയുമ്പോൾ ഇത്രയാണ് കോവാലന്റ് റേഡിയസ്. അതാണ് ഇവിടെ RC എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കോവാലന്റ് റേഡിയസ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, കോവാലന്റ് ലെങ്ത് എന്ന് നമുക്ക് പറയാം. സോ എന്താ പറഞ്ഞിട്ടുള്ളത്, അപ്പം ആരം കണ്ടുപിടിക്കുന്നത് സഹസംയോജക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു തന്മാത്രയിലെ ഒരേപോലുള്ള രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള അകലത്തിന്റെ പകുതിയാണ് സഹസംയോജക ആരം എന്ന് പറയുന്ന കോവാലന്റ് റേഡിയസ് എന്ന് പറയുന്നത്. സോ ബന്ധനാവസ്ഥയിലല്ലാത്ത ഒരു ആറ്റത്തിന്റെ ബാഹ്യതമ ഷെൽ ഉൾപ്പെടെയുള്ള സമ്പൂർണമായ വലുപ്പത്തെയാണ് വാൻഡർവോൾ ആരം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ബന്ധനാവസ്ഥയിലല്ലാത്ത ഒരു ആറ്റത്തിന്റെ ബാഹ്യതമ ഷെൽ ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണ വലുപ്പത്തെയാണ് വാൻഡർവോൾ ആരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കാം, ഖരാവസ്ഥയിലുള്ള ഒരു മൂലകത്തിന്റെ ബന്ധനത്തിൽ ഏർപ്പെടാത്ത രണ്ട് ആറ്റങ്ങൾ സാധ്യമായതിൽ വെച്ച് ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ അവയുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള അകലത്തിന്റെ പകുതിയാണ്. സോ ഇവിടെ നമുക്ക് നോക്കാം, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ന്യൂക്ലിയസിന്റെ ദൂരമാണ് ഇത് ഇവിടെ കാണിച്ചിട്ടുള്ള 360 പൈക്കോമീറ്റർ എന്ന് പറയുന്നത്. ഈ ദൂരം അതിന്റെ പകുതിയായിട്ടുള്ള 180 പൈക്കോമീറ്റർ, അതാണ് അവരുടെ വാൻഡർവോൾ റേഡിയസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, വാൻഡർവോൾ ദൂരം എന്ന് പറയുന്നത്. സോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാൻഡർവോൾ റേഡിയസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്, ഈ ബാഹ്യതമ ഷെൽ ഉൾപ്പെടെയുള്ള സമ്പൂർണമായ വലുപ്പത്തെയാണ്. സോ ഖരാവസ്ഥയിലുള്ള രണ്ട് ബന്ധനത്തിൽ ഏർപ്പെടാതെ രണ്ട് ആറ്റങ്ങൾ സാധ്യമായതിൽ വെച്ച് ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ അവയുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള അകലത്തിന്റെ പകുതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വാൻഡർവോൾസ് ആരം എന്ന് പറയുന്നത്, വാൻഡർവോൾസ് റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പം ബോണ്ടിൽ ഏർപ്പെടാതെ അവർ തമ്മിൽ അടുത്തടുത്ത് നിൽക്കുമ്പോൾ, മാക്സിമം അവർ അടുത്തടുത്ത് നിൽക്കുമ്പോൾ അവരുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ദൂരത്തിന്റെ പകുതിയാണ് നമ്മൾ വാൻഡർവോൾ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഏകബന്ധനത്തിന്റെയും ദ്വിബന്ധനത്തിന്റെയും ത്രിബന്ധനത്തിന്റെയും ചില ശരാശരി ബന്ധന ദൈർഘ്യങ്ങൾ പട്ടിക 4.2 കൊടുത്തിരിക്കുന്നു. ചില സാധാരണ തന്മാത്രകളുടെ ബന്ധന ദൈർഘ്യങ്ങൾ പട്ടിക 4.3 കൊടുത്തിരിക്കുന്നു. ചില സാധാരണ മൂലകങ്ങളുടെ സഹസംയോജക ആരം പട്ടിക 4.4 കൊടുത്തിരിക്കുന്നു അല്ലെ. അപ്പം 4.4 നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കോവാലന്റ് റേഡിയസ് ആണ്. കുറെ ഹൈഡ്രജൻ, കാർബൺ, ഇതിന്റെയൊക്കെ കുറച്ച് കോവാലന്റ് റേഡിയസ് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്, അതുപോലെ തന്നെ അതിന് മുന്നത്തെ ടേബിളിൽ തന്മാത്രകളിലെ ബന്ധന ദൈർഘ്യങ്ങൾ, അതായത് ബോണ്ട് ലെങ്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, അങ്ങനെയൊക്കെ കുറെ എന്താണ് കോമ്പൗണ്ട്സിന്റെയും
അതുപോലെ തന്നെ കുറച്ച് എലമെന്റ്സിൻ്റെയൊക്കെ ബോണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ് ആ ടേബിളിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് എന്താണ്? ബന്ധന കോൺ അല്ലെങ്കിൽ ബോണ്ട് ആംഗിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു തന്മാത്രയുടെയോ അയോണിന്റെയോ കേന്ദ്ര ആറ്റത്തിന് ചുറ്റുമായി ബന്ധന ഇലക്ട്രോണുകൾ ജോഡികൾ അടങ്ങിയിരിക്കുന്ന ഓർബിറ്റലുകൾക്കിടയിൽ ഉണ്ടാകുന്ന കോണിനെ ബന്ധന കോൺ എന്ന് പറയുന്നു. എന്താണ്? ഇറ്റ് ഈസ് എ angle between the orbitals containing bonding electron pairs around the central atom in a molecule അല്ലെങ്കിൽ ഒരു അയോൺ എന്ന് പറയാം. അതാണ് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയാൽ തന്നെ കാണാം ഇതെന്താണ്? ഒരു വാട്ടർ മോളിക്യൂളിന്റെ ബോണ്ട് ആംഗിളിനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അവിടുത്തെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഓക്സിജൻ ആണ്. അപ്പൊ ഇവര് രണ്ടുപേരും ഈ OH ബോണ്ടിനിടയിലുള്ള ആംഗിൾ ആണ് 104.5 ഡിഗ്രി എന്ന് പറയുന്നത്. സോ അതാണ് അതിന്റെ വാട്ടറിന്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഓർബിറ്റുകൾക്കിടയിൽ ഉണ്ടാകുന്ന കോണിനെ ബന്ധനകോൺ എന്ന് പറയുന്നു. ഇത് പ്രസ്താവിക്കുന്നത് ഡിഗ്രിയിൽ ആണ് അല്ലെ, ഡിഗ്രിയാണ് അതിന്റെ യൂണിറ്റ്. സ്പെക്ട്രോസ്കോപ്പിക് മാർഗങ്ങളിലൂടെയാണ് ഇത് കണക്കാക്കുന്നത്. ഒരു തന്മാത്രയിലെ അല്ലെങ്കിൽ സങ്കുല അയോണിന്റെ കേന്ദ്ര ആറ്റത്തിന് ചുറ്റുമുള്ള ഓർബിറ്റലുകളുടെ ക്രമീകരണത്തെക്കുറിച്ചുള്ള ഒരു ആശയം ഇത് നൽകുന്നു. അതിനാൽ തന്മാത്രയുടെ ആകൃതി നിർണ്ണയിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. അപ്പൊ എന്താണ് ഷേപ്പ് ഓഫ് ദാറ്റ് മോളിക്യൂൾ, ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്? ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം HOH എന്ന് പറയുന്ന നമ്മുടെ വാട്ടർ മോളിക്യൂളിന്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 104.5 ഡിഗ്രിയാണ്. ഓക്കെ, ദെൻ ബന്ധന എൻതാൽപ്പി അല്ലെങ്കിൽ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. സോ വാതക അവസ്ഥയിലുള്ള ഒരു തന്മാത്രയിലെ രണ്ട് ആറ്റങ്ങൾക്കിടയിലെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മോൾ ബന്ധനം വിഘടിപ്പിക്കുന്നതിന് ആവശ്യമായ ഊർജത്തെയാണ് ബന്ധന എൻതാൽപ്പി എന്ന് പറയുന്നത്. അതായത് ഒരു മോള് അല്ലെ 1 മോൾ ഓഫ് ബോണ്ടിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ള എമൗണ്ട് ഓഫ് എനർജിയാണ് രണ്ട് ആറ്റങ്ങൾക്കിടയിലുള്ള 1 മോൾ ഓഫ് ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ആവശ്യമുള്ള എനർജി ആയിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. സോ ബോണ്ട് എൻതാൽപ്പിയുടെ യൂണിറ്റ് നോക്കിക്കേ, കിലോ ജൂൾ പെർ മോൾ എന്ന് പറയുന്നതാണ് ബോണ്ട് എൻതാൽപ്പിയുടെ യൂണിറ്റ്. ഫോർ എക്സാമ്പിൾ എന്താണ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്? രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് എന്താണ് ഹൈഡ്രജൻ മോളിക്യൂളുള്ള രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് എന്റെ ബന്ധന എൻതാൽപ്പി എത്രയാണ്? 435.8 കിലോ ജൂൾ പെർ മോൾ ആണ്. ഓക്കെ, അത് ഇക്വേഷൻ ഫോം ഇവിടെ കാണിച്ചിട്ടുണ്ട്. H2 gives H plus H, അത് എന്താണ് അതിന്റെ എൻതാൽപ്പി എന്ന് പറയുന്നത് 435.8 കിലോ ജൂൾ പെർ മോൾ. സിമിലർ എന്താണ് ഓക്സിജന്റെയും നൈട്രജന്റെയും കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്സിജൻ O2 എന്ന് പറയുന്നതിന്റെ എന്താണ് അതിന്റെ എൻതാൽപ്പി 498ഉം നൈട്രജൻ എന്ന് പറയുന്നത് N2 946 കിലോ ജൂൾ പെർ മോൾ. ഓക്കെ, അപ്പൊ എന്താണ് ബഹു അറ്റോമിക തന്മാത്രകളുടെ ബന്ധന ബലം അളക്കുക എന്നത് വളരെ സങ്കീർണമായ കാര്യമാണ്. ഉദാഹരണമായി ജലതന്മാത്രയിൽ രണ്ട് OH ബന്ധനങ്ങൾ വിഘടിപ്പിക്കുവാൻ ആവശ്യമായ എൻതാൽപ്പി ഒരുപോലെ അല്ല. പോളി അറ്റോമിക് ആയിട്ടുള്ള ആറ്റംസ് വരിക, മൾട്ടിപ്പിൾ ആറ്റംസ് ഉള്ള ഒരു മോളിക്യൂൾസ് വരുവാണെങ്കിൽ അവരുടെ ഈ ഒരു ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് അല്ലെ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഈ എനർജി കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ വാട്ടർ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ എന്താണ് രണ്ട് OH ബോണ്ടുകൾ ഉണ്ട് അല്ലെ, രണ്ട് OH ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള എനർജി എന്താണ്? രണ്ട് ഡിഫറെന്റ് എനർജിയാണ് ആവശ്യമായിട്ട് വരുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ആൽക്കഹോൾ എടുക്കാം. സപ്പോസ് ഇവിടെ എഥനോൾ എടുത്തിട്ടുണ്ട് അല്ലെ, എഥനോളും വാട്ടറും, എഥനോളിലും OH ബോണ്ട് ഉണ്ട്, വാട്ടറിലും OH ബോണ്ട് ഉണ്ട്. ഇത് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള OH ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ രണ്ടെണ്ണത്തിലും OH ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള എൻതാൽപ്പി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. സോ അങ്ങനെ വ്യത്യസ്ത തന്മാത്രകളിലെ ഒരേ ഇനം OH ബന്ധനങ്ങളുടെ ഊർജ്ജത്തിൽ ചില വ്യത്യാസങ്ങൾ കാണുന്നത് ആയതിനാൽ ബഹു അറ്റോമിക തന്മാത്രകളിൽ ശരാശരി ബന്ധന എൻതാൽപ്പി എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അപ്പം മൾട്ടിപ്പിൾ ആറ്റംസ് ഉള്ള അതിനകത്ത് അല്ലെങ്കിൽ പോളി അറ്റോമിക് ആയിട്ടുള്ള മോളിക്യൂൾസിൽ നമ്മൾ ഈ ബന്ധന എൻതാൽപ്പിക്ക് ശരാശരി ബന്ധന എൻതാൽപ്പി എന്നായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ആവറേജ് ബോണ്ട് എൻതാൽപ്പി അല്ലെങ്കിൽ മീൻ ബോണ്ട് എൻതാൽപ്പി എന്നാണ് പറയുന്നത്. സോ അതെങ്ങനെയാന്ന് നോക്കിക്കേ, ആകെ ബന്ധന വിഘടന എൻതാൽപ്പിയെ വിഘടിക്കപ്പെടുന്ന ബന്ധനങ്ങളുടെ എണ്ണം കൊണ്ട് ഭാഗിക്കുമ്പോഴാണ് ഇത് ലഭിക്കുന്നത്. ആവറേജ് കണ്ടെത്തുക അല്ലെ. അപ്പൊ ഇത് ലഭിക്കുന്നത് തന്മാത്രയുടെ കാര്യത്തിൽ ഇത് താഴെ കൊടുത്തിരിക്കുന്ന രീതിയിൽ വിശദമാക്കാം. എത്രയാണ്? 502 പ്ലസ് 427 ഡിവൈഡഡ് ബൈ 2 അല്ലെ. രണ്ട് OH ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു OH ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ 502ഉം അടുത്തത് ബ്രേക്ക് ചെയ്യാൻ 427 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് ആയിട്ടുള്ള ബോണ്ട് എൻതാൽപ്പി കിട്ടുന്നു. അതാണ് ശരാശരി ബന്ധന എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് പോളി അറ്റോമിക് മോളിക്യൂൾസിലാണ് ആ ഒരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ബന്ധന ക്രമം അല്ലെങ്കിൽ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ നോക്കാം.
നോക്കിക്കേ, സഹസംയോജക ബന്ധനത്തെക്കുറിച്ചുള്ള ലൂയിസിന്റെ വിശദീകരണത്തിൽ ഒരു തന്മാത്രയിലെ രണ്ട് ആറ്റങ്ങൾക്കിടയിലുള്ള ബന്ധനങ്ങളുടെ എണ്ണത്തെയാണ് ബോണ്ട് ഓർഡർ അഥവാ ബന്ധനക്രമം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് ഒരു മോളിക്യൂൾ എടുക്കുകയാണ്, ആ മോളിക്യൂളിലെ രണ്ട് ആറ്റംസ് തമ്മിലുള്ള ബോണ്ടിങ് അല്ലെ, ആ ബോണ്ടിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോണ്ട് ഓർഡർ അഥവാ ബന്ധനക്രമം എന്ന് വിളിക്കുന്നത്. നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ ടു ആറ്റംസ് ഇൻ എ മോളിക്യൂൾ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഉദാഹരണം പറയാണ്, H2 പങ്കുവെക്കപ്പെട്ട ഒരു ഇലക്ട്രോൺ ജോഡി മാത്രമാണുള്ളത്. O2 പങ്കുവെക്കപ്പെട്ട രണ്ട് ഇലക്ട്രോൺ ജോഡികളാണുള്ളത്. N2 പങ്കുവെക്കപ്പെട്ട 3 ഇലക്ട്രോൺ ജോഡികളാണുള്ളത്. അവിടെ നോക്കിക്കേ, എന്നിവയുടെ ബന്ധനങ്ങൾ യഥാക്രമം 1, 2, 3 എന്നിങ്ങനെയാണ്. അതുപോലെ കാർബൺ മോണോക്സൈഡിൽ കാർബണിനും ഓക്സിജനും ഇടയിൽ 3 ഇലക്ട്രോൺ ജോഡികളാണ് പങ്കുവെക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ അതിന്റെ ബന്ധനക്രമം 3 ആണ്. സോ ബന്ധനക്രമം എന്ന് പറഞ്ഞാൽ ബോണ്ട് ഓർഡർ ആണ്, നമ്പർ ഓഫ് ബോണ്ടിന് ഈക്വൽ ആണ്. ഇനി നൈട്രജനിലെ ബന്ധനക്രമം 3ഉം അതിന്റെ ബന്ധന എൻതാൽപ്പി 946 കിലോ ജൂൾ പെർ മോളും ആണ്. ഒരു ദ്വയാറ്റോമിക തന്മാത്രയിലെ ഏറ്റവും ഉയർന്ന ബന്ധന എൻതാൽപ്പിയാണിത്. ഓക്കെ, ഒരു ദ്വയാറ്റോമിക എന്ന് വെച്ചാൽ എന്താണ്? ഡയറ്റോമിക് അല്ലെ, ഡയറ്റോമിക് മോളിക്യൂളിലെ ഏറ്റവും ഉയർന്ന ഒരു ബോണ്ട് എൻതാൽപ്പിയാണ് ഈ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സമ ഇലക്ട്രോണിക തന്മാത്രകളിലെയും അയോണുകളിലെയും ബന്ധനക്രമങ്ങൾ ഒരുപോലെയാണ്. ഉദാഹരണമായി F2, O2 മൈനസ്, O2 2 മൈനസ് എന്നിവയിലെ ബന്ധനക്രമം 1ഉം N2, CO, NO പ്ലസ് എന്നിവയിലെ ബന്ധനക്രമം 3ഉമാണ്. ഒന്നുമില്ല, സമ ഇലക്ട്രോണിക തന്മാത്രകൾ, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാർ. ഇപ്പൊ F2വിന്റെ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് തന്നെ ആയിരിക്കും O2 2 മൈനസ് മൈനസിനുള്ളത്. ഓക്കെ, സോ അപ്പം അതുപോലെ തന്നെ അവരുടെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? 1 ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ N2, CO, NO പ്ലസ് എന്നിവയിലെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആണ്. നൈട്രജന് 3 ബോണ്ടുകളാണുള്ളത്. അതുപോലെ കാർബൺ മോണോക്സൈഡിന് 3 ബോണ്ടുകളാണുള്ളത്. NO പോസിറ്റീവ്, ഓക്കെ, അത് അയോൺ ആണ്, അതിനും എന്താണ്? 3 ബോണ്ടുകളാണുള്ളത്. ഇതെല്ലാം നമ്മൾ മേളില്, അതായത് നമ്മുടെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ, ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ നൈട്രജനും കാർബൺ മോണോക്സൈഡും നൈട്രൈറ്റ് അയോണും ഒക്കെ ഫോം ചെയ്യുന്ന അവരുടെ ഒരു സ്ട്രക്ചർ, ലൂയിസ് സ്ട്രക്ചർ പറഞ്ഞതിന് ശേഷം നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് ചെയ്തതിനകത്തുണ്ട് ഇത്. ആ സ്ട്രക്ചർ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്തു നോക്കാം. ഓക്കെ, ദെൻ തന്മാത്രകളുടെ സ്ഥിരത മനസ്സിലാക്കുന്നതിന് ഉപയോഗപ്രദമായ ഒരു പൊതു ധാരണ ഇപ്രകാരമാണ്: ബന്ധനക്രമം കൂടുന്നതിനനുസരിച്ച് ബന്ധന എൻതാൽപ്പി കൂടുകയും ബന്ധന ദൈർഘ്യം കുറയുകയും ചെയ്യുന്നു. അപ്പൊ അത് നമുക്ക് ഇവിടെ പഠിച്ചു വെക്കാലോ. ബന്ധനക്രമം, ബോണ്ട് ഓർഡർ കൂടുന്നതിനനുസരിച്ച് ബന്ധന എൻതാൽപ്പി, ബോണ്ട് എൻതാൽപ്പി എന്ത് ചെയ്യുന്നു? കൂടുകയും ബന്ധന ദൈർഘ്യം എന്ത് ചെയ്യുന്നുണ്ട്? കുറയുകയും ചെയ്യുന്നുണ്ട്. ബന്ധന ദൈർഘ്യം എന്താണ്? ബോണ്ട് ലെങ്ത്. അപ്പം ബോണ്ട് ലെങ്ത് കൂടും, അതുപോലെ തന്നെ ബോണ്ട് എൻതാൽപ്പി കുറയും. എപ്പോഴാണ്? ബോണ്ട് ഓർഡർ കൂടുന്നതിനനുസരിച്ച്. ഓക്കെ, സോ അതാണ് നമുക്ക് അവർ തമ്മിലുള്ള റിലേഷൻ ആയിട്ട് പറയാൻ പറ്റുന്നത്. That is, with increase in bond order, bond enthalpy increases and bond length decreases. ഇനി അടുത്തത് റെസണൻസ് സ്ട്രക്ചേഴ്സിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടെന്ന് നോക്കാം. അനുരൂപീകരണ ഘടകങ്ങൾ. ഘടകങ്ങൾ എന്ന് പറയുന്നത് റെസണൻസ് സ്ട്രക്ചർ ആണ്. നോക്കാലോ, ഒരു തന്മാത്രയുടെ പരീക്ഷണങ്ങളിലൂടെ നിർണ്ണയിക്കപ്പെട്ട പ്രാചലങ്ങൾ പൂർണ്ണമായും വിശദീകരിക്കുന്നതിന് ഒരു ലൂയിസ് ഘടന പലപ്പോഴും അപര്യാപ്തമാകാറുണ്ട്. ഉദാഹരണമായി, ഓസോൺ തന്മാത്രയെ 2 തുല്യ ഘടനകൾ 1ഉം 2ഉം ഉപയോഗിച്ച് താഴെ കൊടുത്തിരിക്കുന്ന രീതിയിൽ ചിത്രീകരിക്കാം. നോക്കിക്കേ, ഓസോൺ മോളിക്യൂളിനെയാണ് നമ്മളിവിടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. സോ അപ്പൊ ഇവിടെ എന്താണ്? അവരുടെ സ്ട്രക്ചർ ആണ് 1ഉം 2ഉം, അതുപോലെ തന്നെ 3 എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറും കാണിച്ചിട്ടുണ്ട്. സോ ഇതെന്താന്ന് നോക്കാം. അതായത് ലൂയിസ് സ്ട്രക്ചർ, ഒരു സിംഗിൾ ലൂയിസ് സ്ട്രക്ചർ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഈ ഒരു മോളിക്യൂളിന്റെ റെപ്രസെന്റേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ഇതിൽ ഓസോണിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ. 1ഉം 2ഉം ഘടനകൾ 2 കനോണിക്കൽ രൂപങ്ങളെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഘടന 3 ഒരു അനുരൂപീകരണ സങ്കരം അല്ലെങ്കിൽ റെസൊണൻസ് ഹൈബ്രിഡ് ആണ്. അതെന്താ നോക്കാം. ഈ 2 ഘടനകളിലും ഒരു OO ഏകബന്ധനവും ഒരു OO ദ്വിബന്ധനവും ഉണ്ട്. അപ്പൊ 2 ഘടനകൾ നോക്കിയാൽ OO ഏകബന്ധനവും ഉണ്ട്, OO ദ്വിബന്ധനവും ഉണ്ട്. ഓക്കെ, അപ്പൊ OO ഏകബന്ധനത്തിന്റെയും OO
ദ്വിബന്ധനത്തിന്റെയും സാധാരണ ബന്ധന ദൈർഘ്യങ്ങൾ യഥാക്രമം 148 പൈക്കോമീറ്ററും 121 പൈക്കോമീറ്ററുമാണ്. പി എം എന്ന് പറയുന്നത് പൈക്കോമീറ്റർ ആണ്. 10⁻⁻12 മീറ്റർ ആണ് ഒരു പൈക്കോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്നാൽ ഓസോൺ തന്മാത്രയിലെ പരീക്ഷണത്തിലൂടെ നിർണ്ണയിക്കപ്പെട്ട ഓക്സിജൻ ബന്ധന ദൈർഘ്യങ്ങൾ രണ്ടും തുല്യമാണ്. അതായത് ഓസോൺ തന്മാത്രയിലെ ഓക്സിജൻ ബന്ധനങ്ങൾ ഒരു ഏകബന്ധനത്തിനും ദ്വിബന്ധനത്തിനും ഇടയിലാണ്. ഇതിനെ മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന രണ്ട് ലൂയിസ് ഘടനകളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ചിത്രീകരിക്കുവാൻ സാധ്യമല്ലെന്ന് വ്യക്തമാണ്. സോ ഓസോൺ പോലെയുള്ള തന്മാത്രകളിലെ കൃത്യമായ ഘടനകൾ ചിത്രീകരിക്കുന്നതിലെ പ്രയാസങ്ങൾ തരണം ചെയ്യാനാണ് അനുരൂപീകരണം എന്ന ആശയം അവതരിപ്പിച്ചത്. ഈ ആശയം അനുസരിച്ച് ഒരു തന്മാത്രയുടെ സൂക്ഷ്മമായ വിവരണത്തിന് ഒറ്റ ലൂയിസ് ഘടനയ്ക്ക് മാത്രം കഴിയാതെ വരുമ്പോൾ ഒരേ ഊർജവും ന്യൂക്ലിയസുകളുടെ സ്ഥാനവും ബന്ധനേതര ഇലക്ട്രോൺ ജോഡികളുടെ എണ്ണവുമുള്ള വിവിധ ഘടനകളെ ആ തന്മാത്രകളുടെ കൃത്യമായ വിവരങ്ങൾ സൂചിപ്പിക്കുന്ന അനുരൂപീകരണ സങ്കരണത്തിന് കനോണിക്കൽ ഘടനകളായി എടുക്കുന്നു. ആയതിനാൽ ഓസോൺ തന്മാത്രയിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന 1, 2 ഘടനകൾ അതിന്റെ കനോണിക്കൽ ഘടനകളും മൂന്നാമത്തെ ഘടന അനുരൂപീകരണ സങ്കരവുമാണ്. അതായത് ഓസോൺ തന്മാത്ര കൂടുതൽ കൃത്യമായി സൂചിപ്പിക്കുന്നത് ഈ അനുരൂപീകരണ സങ്കരമാണ്. അനുരൂപീകരണത്തെ സൂചിപ്പിക്കുന്നത് അമ്പടയാളം, ഇരുതല അമ്പടയാളം ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഡബിൾ ഹെഡഡ് ആരോ. ദെൻ കാർബണേറ്റ് അയോണും കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രയും അനുരൂപീകരണത്തിന് മറ്റു ഉദാഹരണങ്ങളാണ്. സോ റെസൊണൻസ് സ്ട്രക്ചറിന്റെ മറ്റു ഉദാഹരണങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ കാർബണേറ്റ് അയോൺസും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചില ആറ്റങ്ങളെ അല്ലെങ്കിൽ ചില തന്മാത്രകളെ നമുക്ക് എന്താണ് ലൂയിസ് സ്ട്രക്ചർ കൊണ്ട് മൊത്തത്തിൽ അവരുടെ ഒരു അവരെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ലൂയിസ് സ്ട്രക്ചർ ഉപയോഗിച്ച് അവരെ നമുക്ക് മൊത്തത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവർക്ക് എന്താണ് എ നമ്പർ ഓഫ് സ്ട്രക്ചേഴ്സ് വിത്ത് സിമിലർ എനർജി ആൻഡ് പൊസിഷൻ ഓഫ് ന്യൂക്ലിയസ്, അതുപോലെ ബോണ്ടിങ് ആൻഡ് നോൺ ബോണ്ടിങ് പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആർ ടേക്കൺ ആസ് കനോണിക്കൽ സ്ട്രക്ചർ ഓഫ് ദി ഹൈബ്രിഡ് വിച്ച് ഡിസ്ക്രൈബ്സ് ദ മോളിക്യൂൾസ് ആക്യുറേറ്റ്ലി. അല്ലെ, അപ്പൊ ഈ മോളിക്യൂളിനെ കുറച്ചുകൂടെ ആക്യുറേറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് വേറൊരു സ്ട്രക്ചറിലോട്ട് നമ്മൾ പോവുകയാണ്. അതിനെയാണ് നമ്മൾ ഈ അനുരൂപീകരണം അല്ലെങ്കിൽ കനോണിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ റെസൊണൻസ് സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതായത് ഓസോണിന്റെ റെസൊണൻസ് സ്ട്രക്ചർ ആണ് പറഞ്ഞത്. അതായത് ഓസോണിന്റെ സ്ട്രക്ചർ ആണ് ഈ 1ഉം 2ഉം കാണിച്ചിരിക്കുന്നത്. അതായത് 1 എന്ന് പറയുന്ന ആ ഒരു ഫിഗറിൽ നമുക്ക് ഓസോണിനെ റെപ്രസെന്റ് ചെയ്യാം, 2 എന്ന് പറയുന്ന ഫിഗറിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഓസോൺ നോക്കിക്കേ, ഒരു ഓക്സിജൻ സിംഗിൾ ബോണ്ടും ഒരു ഓക്സിജൻ ഡബിൾ ബോണ്ടും ഉണ്ട്. അപ്പോൾ സിംഗിൾ ബോണ്ട് 148 പൈക്കോമീറ്ററും ഡബിൾ ബോണ്ട് 121 പൈക്കോമീറ്ററും ആണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളിത് എക്സ്പെരിമെന്റലി ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഈ രണ്ട് ഓക്സിജൻ ബോണ്ടും എന്താണ് 128 പൈക്കോമീറ്റർ ആണ് ഉള്ളതെന്ന് നമുക്ക് എക്സ്പെരിമെന്റലി ഫൈൻഡ് ഔട്ട് ചെയ്തേക്കുന്ന വാല്യൂ ആണ് 128. ഓക്കെ, അപ്പൊ എന്താണ് ഈ നമ്മൾ ഓൾറെഡി 121ഉം 148ഉം ആണെന്ന് പറയുന്നതിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആണ് 128 നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് നമ്മളത് സിംഗിൾ ബോണ്ടിന്റെയും ഡബിൾ ബോണ്ടിന്റെയും ഇടയിലാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു. അങ്ങനെ ഫോം ചെയ്ത ഒരു സ്ട്രക്ചർ ആണ് മൂന്നാമത്തെ സ്ട്രക്ചർ. അതായത് രണ്ടിന്റെയും കൂടെ ഒരു ഹൈബ്രിഡ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നിന്റെയും രണ്ടിന്റെയും ഹൈബ്രിഡ് ആയിട്ട് ഫോം ചെയ്ത സ്ട്രക്ചർ ആണ് മൂന്നാമത്തത്. അതാണ് റെസൊണൻസ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ 1ഉം 2ഉം എന്ന് പറയുന്നത് കനോണിക്കൽ സ്ട്രക്ചേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് രണ്ടും ഈക്വലന്റ് ആണ്. ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. രണ്ടും നോക്കിയാൽ രണ്ടും ഈക്വലന്റ് ആണ് അല്ലെ. അതാണ് അവർ നമ്മൾ കനോണിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഈ ഒരു ഇരുതല അമ്പടയാളം ഉപയോഗിച്ച് ഇത് ചെയ്തത്. അതേപോലെ തന്നെ മൂന്നാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു ഹൈബ്രിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. റെസൊണൻസ് ഹൈബ്രിഡ് എന്ന് വിളിക്കും. സോ അതിനെയാണ് നമ്മൾ ഈ മൂന്നാമത്തെ ഫിഗറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇത് കണക്ക് ഓക്സിജനെ പോലെ തന്നെ നമുക്ക് കാർബണേറ്റ് അയോണും കാർബൺ ഡൈ ഓക്സൈഡും ഇതുപോലെ റെസൊണൻസ് സ്ട്രക്ചർ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അത്രയേ ഉള്ളൂ ഈ റെസൊണൻസിൽ പറയുന്നത്. അതുപോലെ തന്നെ അവിടെ കാർബണേറ്റ് അയോണിന്റെ അതേ റെസൊണൻസ് സ്ട്രക്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 1ഉം 2ഉം എന്താണ് കനോണിക്കൽ, 1ഉം 2ഉം 3ഉം കനോണിക്കൽ രൂപങ്ങളെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ആൻഡ് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡും കാണാം. 1ഉം 2ഉം 3ഉം എന്താ 3 കനോണിക്കൽ രൂപങ്ങളെ സൂചിപ്പിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ. ഓക്കെ, ഇനി എന്താ നോക്കിയാ അനുരൂപീകരണവുമായി ബന്ധപ്പെട്ട് ചില പൊതുവസ്തുതകൾ നമുക്ക് ഇങ്ങനെ പ്രസ്താവിക്കാം. അനുരൂപീകരണ സങ്കരത്തിന്റെ ഊർജ്ജം ഏതൊരു കനോണിക്കൽ ഘടനയുടെ ഊർജ്ജത്തെക്കാളും കുറവായതിനാൽ അനുരൂപീകരണം ഒരു തന്മാത്രയുടെ സ്ഥിരത വർദ്ധിപ്പിക്കുന്നു. അത് നല്ലൊരു പോയിന്റാണ് അല്ലെ. അനുരൂപീകരണം എന്താണ്, ഒരു തന്മാത്രയുടെ സ്ഥിരത എന്ത് ചെയ്യുന്നു, സ്റ്റെബിലിറ്റി കൂട്ടാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ള ബന്ധനങ്ങളെ അനുരൂപീകരണം ഒരേ സവിശേഷതകൾ ഉള്ളതാക്കി മാറ്റുന്നു.
അല്ലെ? അപ്പൊ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ള ബന്ധനങ്ങളെ, അതായത് ബോണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്, പല പല ബോണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ബോണ്ടുകളെ എന്ത് ചെയ്യുന്നു, ഈ ഒരു റെസൊണൻസ് കാരണം എന്ത് ചെയ്യുന്നു, അവരെ ഒരേ സവിശേഷത, അവരെ ആവറേജ് ചെയ്യിക്കുന്നു, അവരെ ഒരേ സവിശേഷതകൾ ഉള്ളതാക്കി മാറ്റുന്നു. ആയതിനാൽ ഓസോണിന്റെ അനുരൂപീകരണ സങ്കരത്തിന്റെ ഊർജം അതിന്റെ കനോണിക്കൽ രൂപങ്ങളായ 1, 2 എന്നിവയേക്കാൾ എന്തായിരിക്കും, കുറവായിരിക്കും. സോ അനുരൂപീകരണവുമായി ബന്ധപ്പെട്ട അനേകം മിഥ്യാധാരണകളുണ്ട്. അവ തീർച്ചയായും ഒഴിവാക്കേണ്ടത് ആണ്. അതിനാൽ താഴെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുക. കനോണിക്കൽ രൂപങ്ങൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. ഒരു തന്മാത്ര ഒരു പ്രത്യേക സമയത്ത് ഒരു കനോണിക്കൽ രൂപത്തിലും മറ്റൊരു സമയത്ത് മറ്റൊരു കനോണിക്കൽ രൂപത്തിലും സ്ഥിതി ചെയ്യുന്നില്ല. സോ ടോട്ടോമെറിസത്തിൽ റോട്ടോമെറിക് രൂപങ്ങൾ തമ്മിലുള്ളത് പോലെയുള്ള കനോണിക്കൽ രൂപങ്ങൾ തമ്മിലൊരു സന്തുലനാവസ്ഥയില്ല. വിവിധ കനോണിക്കൽ രൂപങ്ങളുടെ അനുരൂപീകരണ സങ്കരം ആയിട്ടുള്ള ഒരൊറ്റ ഘടന മാത്രമേ ഒരു തന്മാത്രയ്ക്കുള്ളൂ. ഇതിനെ ഒരൊറ്റ ലൂയിസ് ഘടന മാത്രം ഉപയോഗിച്ചുകൊണ്ട് വ്യക്തമായി ചിത്രീകരിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ്. അതായത് ഒരു ലൂയിസ് ഘടന വെച്ച് മാത്രം നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത മോളിക്യൂൾസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കനോണിക്കൽ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച് ഇത് ചെയ്യുന്നുണ്ട്. അതാണ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ കനോണിക്കൽ സ്ട്രക്ചേഴ്സ്. മൂന്നാമത്തെയാണ് റെസൊണൻസ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓസോണും കാർബണേറ്റ് അയോണും കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അടുത്തതാണ് ബന്ധനങ്ങളിലെ ധ്രുവത അല്ലെങ്കിൽ പൊളാരിറ്റി ഓഫ് ബോണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പൊളാരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, പോസിറ്റീവ് പോൾ ഉണ്ട്, നെഗറ്റീവ് പോൾ ഉണ്ട്. ആ പൊളാരിറ്റി നമുക്ക് നോക്കാം. ഇനി 100% അയണിക അഥവാ സംയോജക ബന്ധനം എന്ന ഒരു ഭാവന സൃഷ്ടി മാത്രമാണ്. യഥാർത്ഥത്തിൽ ഒരു ബന്ധനവും അല്ലെങ്കിൽ ഒരു സംയുക്തവും പൂർണ്ണമായും അയോണികം അല്ലെങ്കിൽ സഹസംയോജകം ആയിരിക്കുകയില്ല. രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിലുണ്ടാകുന്ന സഹസംയോജക ബന്ധനത്തിൽ പോലും കുറച്ച് അയോണിക സ്വഭാവമുണ്ട്. ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, നൈട്രജൻ, ഫ്ലൂറിൻ തുടങ്ങിയ തന്മാത്രകളിലേതുപോലെ ഒരേ ഇനം ആറ്റങ്ങൾ തമ്മിലുണ്ടാകുന്ന സഹസംയോജക ബന്ധനത്തിൽ പങ്കുവെക്കപ്പെടുന്ന ഇലക്ട്രോൺ ജോഡിയെ രണ്ട് ആറ്റങ്ങളും തുല്യമായി ആകർഷിക്കും. അതിന്റെ ഫലമായി ഇലക്ട്രോൺ ജോഡികൾ രണ്ട് സമന്യൂക്ലിയസുകളുടെയും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയുണ്ടാകുന്ന ബന്ധനത്തെ അധ്രുവീയ സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ നോൺ പോളാർ കോവലന്റ് ബോണ്ട് എന്ന് പറയുന്നു. ഇതിന് വിപരീതമായി HF പോലെയുള്ള ഭിന്ന ന്യൂക്ലിയർ ഹെട്രോന്യൂക്ലിയർ തന്മാത്രകളുടെ കാര്യത്തിൽ പങ്കുവെക്കപ്പെട്ടിട്ടുള്ള ഇലക്ട്രോൺ ജോഡി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ഫ്ലൂറിൻ അടുത്തേക്ക് നീങ്ങുന്നു. അങ്ങനെയുണ്ടാകുന്ന സഹസംയോജക ബന്ധനത്തെ ധ്രുവീയ സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ പോളാർ കോവലന്റ് ബോണ്ട് എന്ന് പറയുന്നു. ഇവിടെ പറയുന്നത് ഇത്രേ ഉള്ളൂ. അതായത് നമ്മളൊരു ബോണ്ട് എടുത്താൽ അത് പൂർണ്ണമായിട്ടും കോവലന്റ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അയണിക് ബോണ്ട് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. 100% ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം എന്താണ്, രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിലുണ്ടാകുന്ന സഹസംയോജക ബന്ധത്തിൽ പോലും കുറച്ച് അയോണിക സ്വഭാവമുണ്ട്. അപ്പോൾ ഒരു അയണിക് ബോണ്ടിനകത്ത് കോവലന്റ് ബോണ്ട് ക്യാരക്ടർ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കോവലന്റ് ബോണ്ട് രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള കോവലന്റ് ബോണ്ടിനകത്ത് എന്താണ്, കുറച്ച് അയണിക സ്വഭാവം കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ അതിന് ഉദാഹരണം പറയുന്നത് ആദ്യത്തെ നമ്മുടെ ഹൈഡ്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നൈട്രജൻ, ഫ്ലൂറിൻ പോലുള്ള എന്താണ് ഒരേ ഇനം ആറ്റങ്ങളുള്ള തന്മാത്രകൾ. അപ്പൊ ഇവരുടെ ഇടയിൽ ഒരു ബോണ്ട് ഫോം ചെയ്യാന്ന് പറയുമ്പോൾ ആ ബോണ്ടിൽ എന്താണ്, ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ? രണ്ട് ഇലക്ട്രോൺ ആണുള്ളത്. ഒരു ബോണ്ട് ആണുണ്ടെങ്കിൽ രണ്ട് ഇലക്ട്രോൺ ആണുള്ളത്. ഈ രണ്ട് ഇലക്ട്രോണും എന്താണ്, ഇവർ ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ രണ്ട് ഇലക്ട്രോണുകളും എന്താണ്, ഈ രണ്ട് ആറ്റങ്ങളുടെ ഇടയിൽ എക്സാക്ട്ലി ബിറ്റ്വീൻ ദ ടു ഐഡന്റിക്കൽ ന്യൂക്ലിയസ്, ഇവരുടെ നടുക്ക് തന്നെ ആയിരിക്കും സിറ്റുവേറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാം. അവരെ നമ്മൾ ഈ ഒരു ബോണ്ടിനെയാണ് നമ്മൾ നോൺ പോളാർ കോവാലന്റ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നോൺ പോളാർ കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ അധ്രുവീയ സഹസംയോജക ബന്ധനം. അല്ലെങ്കിൽ ഈ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് പോലുള്ള ഭിന്ന ന്യൂക്ലിയർ തന്മാത്രകൾ, അതായത് ഹെട്രോ ന്യൂക്ലിയർ, അതായത് രണ്ട് ഡിഫറെന്റ് ന്യൂക്ലിയസ് ഹൈഡ്രജൻ ഫ്ലൂറിനും കൂടെ ചേർന്ന തന്മാത്രകൾ എന്താ സംഭവിക്കുന്നത്, ഇവര് ഈ പങ്കുവെക്കുന്ന ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഇലക്ട്രോൺ ജോഡി, അത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ഫ്ലൂറിന്റെ അടുത്തേക്ക് നീങ്ങുന്നു. മറ്റടുത്ത് നമ്മൾ രണ്ട് ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ ആ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസ് കറക്റ്റ് അവരുടെ നടുക്ക് തന്നെ നിൽക്കുന്നു, അല്ലെങ്കിൽ രണ്ടുപേരും ഈക്വലി അതിനെ അട്രാക്ട് ചെയ്ത് നിർത്തുന്നു എന്ന് പറയാം. പക്ഷെ ഹൈഡ്രജൻ ഫ്ലൂറിന്റെ കേസിൽ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ഫ്ലൂറിന്റെ അടുത്തേക്ക് കുറച്ച് നീങ്ങി നിൽക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്താ പറയാ, ഈ ഒരു ബന്ധനത്തെ നമ്മൾ പറയുന്നത് എന്താണ്, ധ്രുവീയ സഹസംയോജക ബന്ധനം എന്നാണ്. ഓക്കെ, പോളാർ കോവലന്റ് ബോണ്ട്. അപ്പൊ ഹോമോന്യൂക്ലിയർ ആണെങ്കിൽ അവിടെ നമ്മൾ നോൺ പോളാർ കോവലന്റ് ബോണ്ട് എന്നും അധ്രുവീയ സഹസംയോജക ബന്ധനമെന്നും, ഇവിടെ എന്താ ഹെട്രോ ന്യൂക്ലിയർ ആയപ്പോഴത്തേക്കും കുറച്ച് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിന്റെ അടുത്തോട്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, നീങ്ങി നിൽക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നത്, ധ്രുവീയ സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ പോളാർ കോവലന്റ് ബോണ്ട് എന്ന് പറയുന്നു. ധ്രുവീകരണത്തിന്റെ ഫലമായി തന്മാത്രയിൽ ദ്വിധ്രുവ ആഘൂർണം കൈവരുന്നു. ചാർജിന്റെ പരിമാണത്തിന്റെയും പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾക്കിടയിലുള്ള അകലത്തിന്റെയും ഗുണനഫലത്തെയാണ് ദ്വിധ്രുവ ആഘൂർണം എന്ന
പറയുന്നത്. ഓക്കെ, ഇതിനെ സൂചിപ്പിക്കുന്നതിനായി മ്യൂ എന്ന ഗ്രീക്ക് അക്ഷരം ഉപയോഗിക്കുന്നു. ഗണിതശാസ്ത്രപരമായി ഇതിനെ താഴെ കൊടുത്തിരിക്കുന്ന രീതിയിൽ പ്രസ്താവിക്കാം. അതായത് നമുക്ക് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആയിട്ട് നമ്മുടെ ഡൈപോൾ മൊമെന്റ്, അതാണ് ദ്വിധ്രുവ ആഘൂർണം, അതിനാണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. മ്യൂ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. മ്യൂ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡൈപോൾ മൊമെന്റിനെ എന്ത് ചെയ്യുന്നത്, ഡെപിക്ട് ചെയ്യുന്നത്. ഡൈപോൾ മൊമെന്റിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കണ്ടോ? മ്യൂ ഇസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജസ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ടു ചാർജസ്, അതാണ് Q ഇൻറ്റു ആർ അല്ലെ. അപ്പോൾ നമുക്ക് രണ്ട് ചാർജസ് ഉണ്ട്, അവരുടെ ഇടയിലുള്ള സെപ്പറേഷൻ ആർ ആണെങ്കിൽ അവരുടെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ചാർജ് ഇൻറ്റു സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ടു ചാർജസ്. ഓക്കെ, സോ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഡിബായി അല്ലെ, ഡിബായി എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മുടെ ഡൈപോൾ മൊമെന്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനെ കുളം മീറ്ററിലേക്ക് മാറ്റിയാൽ 1 ഡിബായി ഇസ് ഈക്വൽ ടു 3.35 ഇൻറ്റു 10⁻⁻³ കുളം മീറ്റർ അല്ലെ. ഒരു ഡിബായി എന്ന് പറയുന്നത് ഇത്രയും കുളം മീറ്റർ ആണ്, 1.33 ഇൻറ്റു 10⁻⁻³ കുളം മീറ്റർ. അത് സി എന്ന് പറയുന്ന കുളുമ്പാണ്, എം എന്ന് പറയുന്നത് എന്താണ്, മീറ്റർ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ധ്രുവീകരണത്തിന്റെ ഫലമായിട്ട്, അതായത് നമ്മൾ പറഞ്ഞു പോളറൈസേഷൻ, ധ്രുവീകരണം എന്ന് പറയുന്നത് എന്താണ്, പോളറൈസേഷൻ ആണ്. സോ അതായത് ഒരു ഇലക്ട്രോൺസ് എന്താണ്, ഒരു ആറ്റത്തിന്റെ അടുത്തോട്ട് നീങ്ങി നിൽക്കുന്നു, അതാണ് നമ്മൾ പോളറൈസ്ഡ് എന്ന് പറയാം ആറ്റം. അപ്പോൾ ഈ പോളറൈസേഷന്റെ ഫലമായിട്ടാണ് ഇവിടെ ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടായി വരുന്നത്. സോ ആ ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കണ്ടത്. ഓക്കെ, ദ്വിധ്രുവ ആഘൂർണം ഒരു സദിശ അളവാണ്. ഇതിനെ സൂചിപ്പിക്കുന്നത് ഒരു ചെറിയ അമ്പടയാളം ഉപയോഗിച്ചാണ്. ഇതിന്റെ പിൻഭാഗം പോസിറ്റീവ് കേന്ദ്രത്തിന് മുകളിലും ശിരോഭാഗം നെഗറ്റീവ് കേന്ദ്രത്തിന് മുകളിലുമാണ് ചിത്രീകരിക്കുന്നത്. ഉദാഹരണമായി HF തന്മാത്രയിലെ ദ്വിധ്രുവ ആഘൂർണം താഴെ കൊടുത്തിരിക്കുന്ന രീതിയിൽ ചിത്രീകരിക്കാം. അതായത് ഇതെന്താണ്, ഒരു സദിശ അളവാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചാണ് എന്താണ്, ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്താണ്, ഒരു ഇത് കണക്കത്തെ ഒരു അമ്പടയാളം ഉപയോഗിച്ച് നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇതിന്റെ പിൻഭാഗം പോസിറ്റീവ് കേന്ദ്രത്തിന് മുകളിലും ശിരോഭാഗം നെഗറ്റീവ് കേന്ദ്രത്തിന് മുകളിലുമാണ് ചിത്രീകരിക്കുന്നത്. അതാണ് നമ്മളിവിടെ കൊടുത്തത്. HF ആണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ആ എന്താണ്, ഇതിന്റെ പിൻഭാഗം എന്താണ്, ഹൈഡ്രജന് മേളിലും, അതുപോലെ അമ്പടയാളം എന്താണ്, നമ്മുടെ നെഗറ്റീവ്ലി ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ഭാഗത്തുമാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് കേന്ദ്രത്തിന് മുകളിലുമായിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ഇലക്ട്രോൺ സ്ഥാനമാറ്റത്തിന്റെ ദിശ സൂചിപ്പിക്കുന്നതിനാണ് യൂസ് ഘടനയ്ക്ക് മുകളിലായി ഈ അമ്പടയാളം ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് ബഹു അറ്റോമിക തന്മാത്രകളുടെ കാര്യത്തിൽ ദ്വിധ്രുവ ആഘൂർണം ഓരോ ബന്ധനങ്ങളുടെയും ദ്വിധ്രുവ ആഘൂർണത്തെ മാത്രമല്ല മറിച്ച് തന്മാത്രയിലെ വ്യത്യസ്ത ബന്ധനങ്ങളുടെ ത്രിമാനതല ക്രമീകരണത്തെ കൂടി ആശ്രയിച്ചിരിക്കുന്നു. അപ്പം എന്താണ് നമ്മൾ പറയുന്നത്, പോളി അറ്റോമിക് ആയിട്ടുള്ള മോളിക്യൂൾസ്, അതാണ് ബഹു അറ്റോമിക തന്മാത്രകൾ. അപ്പൊ ഇവരുടെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡൈപോൾ മൊമെന്റിനെ മാത്രമല്ല എന്താണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, പക്ഷെ അവരുടെ എന്താണ് അവരുടെ ത്രിമാനതല ക്രമീകരണത്തെ കൂടിയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ത്രിമാനതല ക്രമീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പേഷ്യൽ അറേഞ്ച്മെന്റ്. ഓക്കെ, അപ്പം ബോണ്ടിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് വേരിയസ് ബോണ്ട്സ് ഇൻ ദ മോളിക്യൂൾസ്, അതിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തിരിക്കുന്നത്, നമ്മുടെ ഡൈപോൾ മൊമെന്റ്, ടോട്ടൽ ഡൈപോൾ മൊമെന്റ് ഇരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു തന്മാത്രയുടെ ദ്വിധ്രുവ ആഘൂർണം വിവിധ ബന്ധനങ്ങളുടെ ദ്വിധ്രുവ ആഘൂർണങ്ങളുടെ സദിശ തുകയാണ്, അതായത് വെക്ടർ സം ആണെന്നാണ് പറയുന്നത്. അതായത് ഡിഫറെന്റ് ആറ്റത്തിന്റെ ഡൈപോൾ മൊമെന്റിന്റെ വെക്ടർ സം ആയിരിക്കും ഡൈപോൾ മൊമെന്റ്, ഡിഫറെന്റ് ബോണ്ടിന്റെ ഡൈപോൾ മൊമെന്റിന്റെ സം ആയിരിക്കും എന്ന് പറയുന്നത് ടോട്ടൽ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണമായി കോണീയ ഘടനയോട് കൂടിയ ജലതന്മാത്രയിൽ രണ്ട് OH ബന്ധനങ്ങൾ 104.5 ഡിഗ്രി കോണളവിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ രണ്ട് OH ബന്ധനങ്ങളുടെ ദ്വിധ്രുവ ആഘൂർണങ്ങളുടെ സദിശ തുകയായ 6.17 ഇൻറ്റു 10⁻⁻30 അല്ലെ, -30 ഉണ്ട്, -30 ഇവിടെ മൈനസ് കാണിച്ചിട്ടുണ്ടായത്, മൈനസ് ഉണ്ട്, -30 കുളം മീറ്റർ ആണ്. സോ പരിണിത ദ്വിധ്രുവ ആഘൂർണം എന്ന് പറയുന്നത്. ഓക്കെ, ബഹു അറ്റോമിക തന്മാത്രകളുടെ കാര്യത്തിൽ ദ്വിധ്രുവ ആഘൂർണം ഓരോ ബന്ധനങ്ങളുടെയും ദ്വിധ്രുവ ആഘൂർണത്തെ മാത്രമല്ല മറിച്ച് തന്മാത്രയിലെ വ്യത്യസ്ത ബന്ധനങ്ങളുടെ ത്രിമാനതല
ക്രമീകരണത്തെ കൂടി ആശ്രയിച്ചിരിക്കുന്നു. ഇവിടെ ഒരു തന്മാത്രയുടെ ദ്വിധ്രുവ ആഘൂർണം വിവിധ ബന്ധനങ്ങളുടെ ദ്വിധ്രുവ ആഘൂർണങ്ങളുടെ സദിശ തുകയാണ്. അതായത് ഡൈപോൾ മൊമെന്റിന്റെ കാര്യമാണ് പറയുന്നത്. എന്താണ്? ബഹു അറ്റോമിക തന്മാത്രകൾ, അതായത് പോളി അറ്റോമിക് ആയിട്ടുള്ള മോളിക്യൂൾസിന്റെ കേസിൽ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഓരോ ആറ്റങ്ങളുടെയും ഇൻഡിവിജ്വൽ ഡൈപോൾ മൊമെന്റ്. അതാണ് ഓരോ ബന്ധനങ്ങളുടെയും ദ്വിധ്രുവ ആഘൂർണത്തെ, അതായത് ഓരോ ആറ്റങ്ങളുടെ അല്ലെ ഓരോ ബോണ്ടിന്റെയും ഇൻഡിവിജ്വൽ ഡൈപോൾ മൊമെന്റിനെ മാത്രമല്ല ആശ്രയിച്ചിരിക്കുന്നത്, പക്ഷെ എന്താണ്? അതിന്റെ ത്രിമാനതല ക്രമീകരണത്തെ കൂടി ആശ്രയിച്ചിരിക്കുന്നു. അതായത് ഈ ബോണ്ടിന്റെ ഒക്കെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ്, ഓക്കെ, സ്പേഷ്യൽ അറേഞ്ച്മെന്റിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡൈപോൾ മൊമെന്റ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു തന്മാത്രയുടെ ദ്വിധ്രുവ ആഘൂർണം എന്ന് പറയുന്നത് വിവിധ ബന്ധനങ്ങളുടെ ഡൈപോൾ മൊമെന്റിന്റെ എന്താണ്? വെക്റ്റർ സം ആണ്. ഓക്കെ, അപ്പൊ വിവിധ ബോണ്ടിന്റെ ഡൈപോൾ മൊമെന്റിന്റെ വെക്റ്റർ സം ആണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഉദാഹരണമായി കോണീയ ഘടനയോട് കൂടിയ ജലതന്മാത്രയിൽ രണ്ട് OH ബന്ധനങ്ങൾ 104.5 ഡിഗ്രി കോണളവിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ രണ്ട് OH ബന്ധനങ്ങളുടെ ദ്വിധ്രുവ ആഘൂർണങ്ങളുടെ സദിശ തുകയായ 6.17 ഇൻറ്റു 10⁻⁻30, ഓക്കെ, -30 ആണ് കുളും മീറ്റർ ആണ് പരിണിത ദ്വിധ്രുവ ആഘൂർണം. അതായത് നമ്മൾ വാട്ടർ മോളിക്യൂളിന്റെ കേസാണ് എടുത്തത്. വാട്ടർ മോളിക്യൂളിന് എന്താണ്? രണ്ട് OH ബോണ്ടുകളാണ് ഉള്ളത്, അല്ലെ? അപ്പൊ രണ്ട് OH ബോണ്ടുകളുടെയും ഡൈപോൾ മൊമെന്റിന്റെ വെക്റ്റർ സം ആണ് നമ്മൾ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 6.17 ഇൻറ്റു 10⁻30 കുളും മീറ്റർ. ഓക്കെ, അതാണ് അത് നമ്മൾ ഡിബൈയിലോട്ട് മാറ്റിയിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 1.85 ഡിബൈ. ഇതൊന്ന് ജസ്റ്റ് നോക്കിയിരുന്നാൽ നല്ലതായിരിക്കും. വാട്ടർ മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 1.85 ഡിബൈ ആണ്. സോ അത് നമ്മൾ കുളുമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 6.17 ഇൻറ്റു 10⁻30 കുളും മീറ്റർ എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് വാട്ടർ മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ അടുത്ത് നോക്കിക്കേ. അപ്പം ഈ വാട്ടർ മോളിക്യൂളിന്റെ കേസിൽ അവർക്കൊരു കോണളവുണ്ട്. 104.5 ഡിഗ്രി കോണളവിലാണ് ഈ OH മോളിക്യൂൾസ് OH ബോണ്ടുകൾ ഉള്ളത്, അല്ലേ? അതാണ് ഈ കോണളവ് എന്ന് പറയുന്നത് 104.5 ഡിഗ്രിയാണ്. ഇനി അടുത്തത് BeF2ന്റെ കാര്യം നോക്കിക്കേ. BeF2ന്റെ കേസിൽ എന്താ പറയുന്നത്? BeF2 തന്മാത്രയിലെ ദ്വിധ്രുവ ആഘൂർണം 0ആണ്, അല്ലെ? അപ്പൊ ഈ കേസിൽ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ആയിട്ടാണ് വരുന്നത്. എന്താ കാരണം? ഇവിടെ രണ്ട് ബന്ധന ദ്വിധ്രുവങ്ങൾ തുല്യവും വിപരീത ദിശയിലാണെന്നതുമാണ്. അതുകൊണ്ട് അവ പരസ്പരം റദ്ദു ചെയ്യപ്പെടുന്നു, അല്ലെ? നോക്കിക്കേ, Beയുടെ ഒരു സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഫ്ലൂറിനിലോട്ടാണ് നെറ്റ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. ഇപ്പുറത്തെ സൈഡിലോട്ടുള്ളത് ഈ BeF ബോണ്ടിന്റെ ഇപ്പുറത്തെ സൈഡിലോട്ടായിരിക്കും. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവർ മ്യൂച്വലി ക്യാൻസൽ ആയി പോകുന്നു. അങ്ങനെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്തായി? 0 ആയി പോയി. ഇനി എന്താ BeF3 എന്ന് പറയുന്നത് നോക്കാം. BeF3യെ പോലെയുള്ള ഒരു ചതുർ അറ്റോമിക തന്മാത്രയിലും ദ്വിധ്രുവ ആഘൂർണം 0ആണ്. അപ്പൊ ചതുർ അറ്റോമിക തന്മാത്ര എന്ന് പറയുന്നത് എന്താണ്? 4 ആറ്റംസ് ഉള്ളത്, ഓക്കെ, 4 ആറ്റംസ് ഉള്ള ഒരു മോളിക്യൂൾ എടുത്താൽ ഈ കേസിൽ എന്താണ്? ഈ BeF3യുടെ കേസിൽ എന്താ പറ്റുന്നത്? ഇവരുടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആണ്. എന്നിരുന്നാലും അവർക്കൊരു കോണളവുണ്ട്. അത് എത്രയാണ്? 120 ഡിഗ്രി ആണ് കോണളവ്. നോക്കിക്കേ, BF 3 BF ബോണ്ടുകളാണ് ഉള്ളത്. ഈ BF ബോണ്ടുകൾ 120 ഡിഗ്രി കോണളവിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ട് ബന്ധന ദ്വിധ്രുവങ്ങളുടെ പരിണിത ദ്വിധ്രുവം മൂന്നാമത്തേതിന് തുല്യവും വിപരീതവുമായതിനാലാണ് ആകെ ദ്വിധ്രുവ ആഘൂർണം 0 ആയിരിക്കുന്നത്. അതായത് നോക്കിക്കേ, ഇവിടെ ഈ ഈ രണ്ട് BF ബോണ്ടുകളുടെയും നെറ്റ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് വരുന്നത്. പിന്നെ അടുത്ത മൂന്നാമത്തെ BF ബോണ്ടിന്റെ ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ടും. അപ്പൊ ഇത് നോക്കിയാൽ എന്താണ്? ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണ് നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത വേറെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. NH3, നമ്മുടെ അമോണിയ, അതുപോലെ തന്നെ NF3 തുടങ്ങിയ തന്മാത്രകളിലെ രസകരമായ ഒരു വസ്തുതയെ പറ്റി ഇനി നമുക്ക് പഠിക്കാം. ഈ രണ്ട് തന്മാത്രകൾക്കും പിരമിഡൽ ആകൃതിയും നൈട്രജൻ ആറ്റത്തിൽ ഒരു ഏകാന്ത ജോഡി ഇലക്ട്രോണുകളുമാണ് ഉള്ളത്. ഈ ഏകാന്ത ജോഡി ഇലക്ട്രോൺ എന്ന് പറയുന്ന ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഫ്ലൂറിൻ നൈട്രജനേക്കാളും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ് ആണെങ്കിലും അമോണിയയുടെ പരിണിത ദ്വിധ്രുവ ആഘൂർണം 4.90 ഇൻറ്റു 10⁻30 കുളും മീറ്റർ NF3യുടേതിനേക്കാൾ കൂടുതലാണ്. അതായത് 0.8 ഇൻറ്റു 10⁻30 കുളും മീറ്റർ ആണ്. അപ്പൊ എന്താ പറയുന്നത്? NH3യുടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് NF3യെക്കാട്ടിലും എന്താണ്? കൂടുതലാണ്. പക്ഷെ NF3 ആണ് ഏറ്റവും കൂടുതൽ എന്താണ്
ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ളത് അല്ലെ. ഫ്ലൂറിൻ നൈട്രജനേക്കാളും കൂടുതൽ നെഗറ്റീവ് ആണെങ്കിലും അമോണിയയുടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് ആണെന്ന് പറയുന്നത് NF3യെക്കാട്ടിലും കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കാരണമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അമോണിയയിൽ ഏകാന്ത ജോഡി ഇലക്ട്രോൺ മൂലം ഉണ്ടാകുന്ന ഓർബിറ്റൽ ദ്വിധ്രുവ ആഘൂർണം 3 NH ബന്ധനങ്ങളുടെ പരിണിത ദ്വിധ്രുവ ആഘൂർണവും ഒരേ ദിശയിലാണ്. അത് ഒന്നുമില്ല, അതായത് ഇവിടെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, അവരെ കാണിക്കാനാണ് ഇത് ഇങ്ങനെ ഒരു സിമ്പൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആണ്. സോ അത് എന്താണ്, പ്രത്യേകിച്ച് ബോണ്ടിങ്ങിലൊന്നും ഏർപ്പെടുന്നില്ല, അങ്ങനത്തെ ഇലക്ട്രോണിനെയാണ് നമ്മൾ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിന്റെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് മുകളിലോട്ടാണ്. അതേപോലെ തന്നെ ഈ NH 3 ബോണ്ടുകളുണ്ട് അല്ലെ, അപ്പൊ അവരുടെ ഡൈപോൾ മൊമെന്റ് എന്താണ്, 3 പേരുടെ എന്താണ് ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ ഇവരുടെ നെറ്റ് ഡൈപോൾ മൊമെന്റും എന്താണ്, മുകളിലോട്ടാണ്. സോ അതാണ് ഇവിടെ പറയുന്നത് ടോട്ടൽ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്, മുകളിലോട്ടാണ് വരുന്നത് അല്ലെ. അപ്പൊ അമോണിയയിൽ ഏകാന്ത ജോഡി ഇലക്ട്രോൺ മൂലമുണ്ടാകുന്ന ഓർബിറ്റൽ ദ്വിധ്രുവ ആഘൂർണം 3 NH ബന്ധനങ്ങളുടെ പരിണിത ദ്വിധ്രുവ ആഘൂർണവും ഒരേ ദിശയിലാണ് അല്ലെ. അപ്പൊ ഇവരുടെ ഡൈപോൾ മൊമെന്റും ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിന്റെ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനും മറ്റേ 3 ബോണ്ടുകളുടെ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനും എന്താണ്, സെയിം ആണ്. അപ്പൊ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്താണ്, കുറച്ച് ഉയർന്ന വാല്യൂ ആയിട്ടല്ലേ വരുള്ളൂ. അപ്പം എന്നാൽ NF3യുടെ കേസിൽ എങ്ങനെയാണ്, ഓർബിറ്റൽ ദ്വിധ്രുവ ആഘൂർണം 3 NF പരിണിത ദ്വിധ്രുവ ആഘൂർണവും വിപരീത ദിശയിലാണ്. പക്ഷെ NF3യുടെ കേസിൽ ലോൺ പെയറിലോട്ടുള്ള ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഇങ്ങനെ തന്നെയാണ്. പക്ഷേ Nഉം Fഉം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ എന്താണ്, ഫ്ലൂറിനാണ് കൂടുതലായിട്ട് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആള് അല്ലെ. അപ്പൊ കൂടുതലായിട്ട് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആളുടെ ഡയറക്ഷനിലോട്ടായിരിക്കും ഈ ഡൈപോൾ മൊമെന്റ് ഡയറക്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ നേരത്തെ ഡൈപോൾ മൊമെന്റ് പറഞ്ഞായിരുന്നു അല്ലെ. അപ്പം ഈ നെറ്റ് ഡൈപോൾ മൊമെന്റ് ഇവർ 3 പേരും എന്താ, എവേ ഫ്രം N ആണ് അവരുടെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ. അപ്പൊ നെറ്റ് NF3 ഈ 3 F ബോണ്ടുകളുടെ ആയിട്ടുള്ള നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലും നമ്മുടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ കാരണമുള്ള ഡൈപോൾ മൊമെന്റിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനും ആവും. അപ്പൊ എന്താ, ഇവർ രണ്ടുപേരും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുന്നത്, അവരുടെ ഈക്വൽ അല്ല, സോറി, അവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അവരുടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ത് ചെയ്യുന്നു, NH3യെക്കാളും എന്താണ്, കുറഞ്ഞിരിക്കുന്നു അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ NF3യിൽ ഓർബിറ്റൽ ദ്വിധ്രുവ ആഘൂർണവും 3 NF പരിണിത ദ്വിധ്രുവ ആഘൂർണവും വിപരീത ദിശയിലാണ്. അതിനാൽ ഏകാന്ത ജോഡി ഇലക്ട്രോൺ മൂലമുണ്ടാകുന്ന ഓർബിറ്റൽ ദ്വിധ്രുവം NF ബന്ധങ്ങളുടെ പരിണിത ആഘൂർണങ്ങളെ കുറയ്ക്കുന്നു അല്ലെ. അതുകൊണ്ടാണ് അവർക്കൊരു കുറവ് വാല്യൂ വരുന്നത്. ഇത് താഴേക്ക് കൊടുത്തിരിക്കുന്ന രീതിയിൽ ചിത്രീകരിക്കാം. സോ അങ്ങനെയാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് NF3യുടെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് NH3യെക്കാട്ടിലും കുറവായിട്ട് വരുന്നത്. കാരണം അവരുടെ ഈ 3 NF ബോണ്ടുകളുടെയും ഡൈപോൾ മൊമെന്റും അതുപോലെ തന്നെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ കാരണം ഉണ്ടാകുന്ന ഡൈപോൾ മൊമെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ഡൈപോൾ മൊമെന്റ് കുറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കിക്കേ, നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു കോവാലന്റ് ബോണ്ട് അയണിക് ക്യാരക്ടർ കാണിക്കുന്നുണ്ട്, അതുപോലെ അയണിക് ബോണ്ട് കോവാലന്റ് ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ഇവിടെ പറയാൻ പോകുന്നത് നോക്കിക്കേ, എല്ലാ സഹസംയോജക ബന്ധനങ്ങളിലും ഭാഗിക അയോണിക സ്വഭാവമുള്ളതുപോലെ അയോണിക ബന്ധനങ്ങളിൽ ഭാഗിക സഹസംയോജക സ്വഭാവവും ഉണ്ട്. അയോണിക ബന്ധനങ്ങളിലെ ഭാഗിക സഹസംയോജക സ്വഭാവം താഴെ പറയുന്ന നിയമങ്ങളെ അടിസ്ഥാനമാക്കി ആദ്യമായി വിശദീകരിച്ചത് ഫജാൻസ് ആണ്. ഓക്കെ, അതാണ് നമ്മൾ എന്താ വിളിക്കുക, ഫജാൻസ് റൂൾ എന്ന് പറയുന്ന നമ്മുടെ സിലബസിലുണ്ട്. അപ്പൊ എന്താണ്, നമ്മുടെ അയണിക് ബോണ്ടിനും എന്താണ്, പാർഷ്യൽ ആയിട്ടുള്ള ഒരു കോവാലൻ ക്യാരക്ടർ ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഈ പാർഷ്യൽ കോവാലൻ ക്യാരക്ടർ ഓഫ് അയണിക് ബോണ്ടിനെ കുറിച്ച് പറയുന്ന ഒരു റൂളാണ് എന്താ, ഫജാൻസ് റൂൾ എന്ന് പറയുന്നത്. സോ ഫജാൻസ് റൂൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ പോയിന്റ് ഇട്ട് പറയുന്നുണ്ട്. ആദ്യം നമുക്ക് നോക്കാം. കാറ്റയോണിന്റെ വലിപ്പം കുറയുമ്പോഴും ആനയോണിന്റെ വലിപ്പം കൂടുമ്പോഴും അയോണിക ബന്ധനത്തിന്റെ സഹസംയോജക സ്വഭാവം കൂടുന്നു. അപ്പൊ അയണിക് ബോണ്ടിന്റെ കോവാലന്റ് നേച്ചറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ്, എപ്പോഴാണ് കോവാലന്റ് നേച്ചർ കൂടുന്നതെന്നാണ് പറയുന്നത്, കാറ്റയോണിന്റെ വലിപ്പം കുറയുമ്പോൾ. ഓക്കെ, കാറ്റയോണിന്റെ സൈസ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. അതുപോലെ ആനയോണിന്റെ സൈസ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഈ അവസ്ഥയിൽ എന്താണ്, അയോണിക ബന്ധനത്തിന്റെ സഹസംയോജക സ്വഭാവം എന്ത് ചെയ്യുന്നു, കൂടുന്നു. അയണിക് ബോണ്ട് കൂടുതലായിട്ടും കോവാലന്റ് ക്യാരക്ടർ കാണിക്കുന്നു. അടുത്ത പോയിന്റ് നോക്കിക്കേ, കാറ്റയോണിന്റെ ചാർജ് വർദ്ധിക്കും തോറും അയോണിക ബന്ധനത്തിന്റെ സഹസംയോജക സ്വഭാവം എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. അതായത് അയണിക് ബോണ്ടിന്റെ കോവാലന്റ് ക്യാരക്ടർ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു വെൻ ചാർജ് ഓൺ ദ കാറ്റയോൺ ഇൻക്രീസസ് അല്ലെ. കാറ്റയോണിലെ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കോവാലന്റ് ക്യാരക്ടർ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അടുത്ത നോക്കിക്കേ, ഒരേ വലിപ്പവും ചാർജുമുള്ള കാറ്റയോണുകളിൽ സംക്രമണ മൂലക അയോണുകളിലേതുപോലെ N-1 D raised to N NS0. ഓക്കെ, ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ഫോം ആണ്. അതായത് സംക്രമണ മൂലക അയോണുകൾ എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസിഷൻ മെറ്റൽസ് ആണ് കേട്ടോ. സംക്രമണ മൂലക അയോണുകൾ ട്രാൻസിഷൻ മെറ്റൽസിൻ്റെത് പോലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ
അതേപോലെ തന്നെ അയോണിന് ഉത്കൃഷ്ടവാതക ഇലക്ട്രോൺ വിന്യാസമുള്ള അതായത് NS2 Np6 ആൽക്കലി ലോഹങ്ങളുടെയും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളുടെയും കാറ്റയോണുകളെക്കാളും ധ്രുവീകരണ ശക്തി എന്താണ് കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ് ട്രാൻസിഷൻ മെറ്റൽസിന്റെ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതുപോലത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ള അയോൺസും പിന്നെ നമ്മുടെ നോബിൾ ഗ്യാസ് അതാണ് ഉത്കൃഷ്ടവാതകങ്ങൾ ഓക്കെ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനോട് സിമിലാരിറ്റി കാണിക്കുന്ന കാറ്റയോൺസും കമ്പയർ ചെയ്യുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോളറൈസിങ് പവർ ആർക്കായിരിക്കും ഈ ട്രാൻസിഷൻ മെറ്റൽസിന്റെ അയോണുകൾക്കായിരിക്കും എന്നാണ് പറയുന്നത്. അവർക്കാണ് ധ്രുവീകരണ ശക്തി അല്ലെങ്കിൽ പോളറൈസിങ് പവർ കൂടുതലായിട്ടുള്ളത്. അപ്പൊ എന്താ പറയുന്നത് ആനയോണിന്റെ ഇലക്ട്രോൺ ചാർജിനെ കാറ്റയോൺ അതിനടുത്തേക്ക് ആകർഷിക്കുകയും അങ്ങനെ രണ്ട് ആറ്റങ്ങൾക്കിടയിലുള്ള ഇലക്ട്രോൺ ചാർജിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് സഹസംയോജക ബന്ധനത്തിലും സംഭവിക്കുന്നത്. ഇതേ സെയിം കാര്യം തന്നെയാണ് നമ്മുടെ കോവാലന്റ് ബോണ്ടിലും നടക്കുന്നതെന്നാണ് പറയുന്നത്. സോ അതായത് എന്താണ് ന്യൂക്ലിയസ്കൾക്കിടയിലുള്ള ഇലക്ട്രോൺ ചാർജിന്റെ സാന്ദ്രത അതായത് ഇലക്ട്രോൺ ചാർജ് ഡെൻസിറ്റിയാണ് ഇത് വർദ്ധിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഒരു ഇലക്ട്രോൺ ചാർജ് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാണ്. ഇപ്പം കോവാലന്റ് ബോണ്ടിൽ ഇലക്ട്രോണിക് ചാർജ് ബിറ്റ്വീൻ ദ രണ്ട് ആറ്റംസ് ഉണ്ടെങ്കിൽ അവരുടെ ഇടയിലുള്ള ഇലക്ട്രോണിക് ചാർജ് എന്ത് ചെയ്യുന്നു ഇൻക്രീസ് ചെയ്യുന്നു. ബിക്കോസ് എന്താണ് കാറ്റയോൺ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണ് ഈ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണിനെ എന്ത് ചെയ്യുന്നു പോളറൈസ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് അതിൻ്റെ ഒരു ഇലക്ട്രോണിക് ചാർജിനെ എന്താണ് അവർ തമ്മിൽ എന്താണ് ഒരു പുള്ളിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ വിൽ ബി പുള്ളിംഗ് ദ ഇലക്ട്രോണിക് ചാർജ് ടുവേർഡ്സ് ഇറ്റ് സെൽഫ് ആൻഡ് ദെയർബൈ ഇൻക്രീസിങ് ദ ഇലക്ട്രോണിക് ചാർജ് ബിറ്റ്വീൻ ദ ടു. ഓക്കെ സോ ഇനി കാറ്റയോണിന്റെ ധ്രുവീകരണ ശക്തി ആനയോണിന്റെ ധ്രുവീയത ആനയോണിലെ ധ്രുവീകരണ അളവ് എന്നീ ഘടകങ്ങളാണ് അയോണിക ബന്ധത്തിന്റെ സഹസംയോജക സ്വഭാവം ശതമാനം നിർണ്ണയിക്കുന്നത്. ഓക്കെ അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത് അയണിക് ബോണ്ടിന്റെ കോവാലന്റ് ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് കാറ്റയോണിന്റെ പോളറൈസ് ചെയ്യാനുള്ള പവർ അതുപോലെ തന്നെ ആനയോണ് പോളറൈസബിലിറ്റി അല്ലെ ധ്രുവണീയത അതായത് പോളറൈസ്ഡ് ആകാനായിട്ടുള്ള ഒരു ആനയോണിന്റെ ഒരു കഴിവ് അതുപോലെ തന്നെ അല്ലെങ്കിൽ ആനയോണിന്റെ ധ്രുവീകരണ അളവ് അത് എത്രത്തോളം അതിന് പോളറൈസ് ചെയ്യാനായിട്ട് പറ്റുന്നു അല്ലെ അതിന്റെ പോളറൈസേഷൻ ആകുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു കാര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു ഈ കോവാലന്റ് ക്യാരക്ടർ ഓഫ് അയണിക് ബോണ്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ അപ്പം അതാണ് ഫെജാൻസ് റൂൾ പറയുന്നത്. ഈ ഒരു ടോപ്പിക്കാണ് നമ്മുടെ സിലബസിലുള്ളത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബോണ്ട് പാരാമീറ്റേഴ്സിനെ കുറിച്ചും ഫെജാൻസ് റൂളിനെ കുറിച്ചും പറഞ്ഞു. നെക്സ്റ്റ് VSEPR തിയറി ആണുള്ളത്. സോ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ എന്തെങ്കിലും കാര്യമോ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടോ എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക്